പറയടി. அது அவளை எங்களுக்கு ஒரு கொக்கையில இருந்துதான் கிடைச்சது. திரும்பி கொடுக்கிறதுக்கு அவளை யாருன்னு எங்களுக்கு தெரியலையே. அவள் ஒண்ணுமே பேசல. മനുഷ്യതന്മ ഇരുന്നതിനാല കൂടെ നിർത്തിയാച്ച്, സോറ് പോട്ടാച്ച്. എന്നിട്ട് വില പേശി വിൽക്കാനും തീരുമാനിച്ചു അല്ലേ? ഇതിനു മുൻപ് എത്ര പെൺകുട്ടികളെ കടത്തിയിട്ടുണ്ട് നീ? എത്ര പെൺകുട്ടികളെ വിലക്ക് വിറ്റിട്ടുണ്ട് നീ? അപ്പടിയൊന്നും ഇല്ലമ്മ. എനിക്ക് പകരം ഇവിടെ പോലീസാണ് വരുന്നെങ്കിൽ നിന്റെ അടിനാവിയിൽ തൊഴിച്ചുകൊണ്ടായിരിക്കും അവര് ചോദ്യങ്ങൾ ചോദിക്കുക. അതിനേക്കാളും കൃത്യമായി കാര്യങ്ങൾ എന്നോട് പറയുക. ആ മരിച്ച പെൺകുട്ടി ആരാ? മരണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് തലേ ദിവസം നിങ്ങൾ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. മരണം നടന്ന ദിവസം നിങ്ങൾ അവിടുന്ന് മാറുകയും ചെയ്തു. ചോദിച്ചത് കേട്ടില്ലേടി? ആരാ പെൺകുട്ടി? நான் சொல்லலாம் மேடம், அது என்னோட மகள் தான். அவளை காணாத போயாச்சு மேடம். தூரம் எங்கேயோ போயன்னு கருதி காத்து காத்து இருந்தாச்சு. ஆனா திரும்பி வரல. திரும்பி போகலான்னு சொல்லி எல்லாம் எடுத்து வைக்கத கூட்டத்திலே இந்த பொண்ணு போதம் இல்லாத அங்க கிடக்குனது பார்த்தாச்சு. நான் அவளை மகள மாதிரி தான் பார்த்தேன். என்னோட கூட தான் தூங்கியது, நான் தான் ஊட்டியது. எங்க போகும்போது என் கூட இருந்த மேடம். யாரு மேடம் என் பொண்ணை கொன்னது? அவ என்ன பாவம் பண்ணது சொல்லுங்க மேடம். என்னோட பொண்ணு இனி திரும்பி வராதா? அவளை கொன்னது யாரு மேடம்? காட்டி கொடுங்க மேடம். നിങ്ങൾ പേടിക്കണ്ട. മരിച്ചതാരാണെന്ന് വ്യക്തമായതോടെ ഈ കേസിലെ ഒരു ഘട്ടം കഴിഞ്ഞു. നിങ്ങളുടെ മകളുടെ കൊലയാളികളെ നിശ്ചയമായും നിയമത്തിന്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ വീണ്ടും വരും. ചോദിക്കാനുള്ള സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യും. കൂട്ടത്തിൽ നിന്ന് ഒരെണ്ണത്തിനെ ഇല്ലാതാക്കിയിട്ട് വലിയ ചങ്കറപ്പോടെ തലൈവിയൊന്നും പറഞ്ഞു നിൽക്കുന്ന ഈ നിൽപ്പുണ്ടല്ലോ, അത് നിലനിൽക്കുന്നതല്ല. മുന്നോട്ട് പോകുമ്പോ കൂടെ സഹകരിച്ചാൽ നിനക്കും നിന്റെ കൂടെ ഉള്ളവർക്കും കൊള്ളാം. അല്ലെങ്കിൽ ആദ്യം നീ, അത് കഴിഞ്ഞേ ബാക്കിയുള്ളവർ ജയിലിലെത്തൂ. കേട്ടല്ലോ? ചെറിയമ്മേ, എന്തിരിപ്പായത്? എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു മോളെ. എന്റെ ശത്രുക്കൾക്ക് വീണ്ടും ശക്തി കൂടുക. എന്നിട്ടാണോ ചന്ദ്രശേഖരൻ വീണ്ടും ജയിലിലേക്ക് തന്നെ തിരിച്ചു പോയത്? ചെറിയമ്മേ, ഈ കേസിന്ന് ചന്ദ്രശേഖരനെ പുറത്തുവിടാൻ അത്ര എളുപ്പമൊന്നുമല്ല. പ്രിയങ്കയുടേതായാലും മറ്റു പെൺകുട്ടിയുടേതായാലും കൊലപാതക കുറ്റം അയാളുടെ തലയിലുണ്ട്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള രാധികയുടെ ആറ്റിറ്റ്യൂഡാ. അല്ല മോളെ, പ്രിയങ്ക ഈ കണ്ടീഷനൊക്കെ ഭേദമായി തിരിച്ചു വന്നാല്? അതിനെക്കുറിച്ചാ ഞാൻ പറഞ്ഞു വരുന്നത്. അസുഖം മാറി പ്രിയങ്ക തിരിച്ചു വന്നാ അവള് പുതിയൊരു പെണ്ണായിരിക്കും എന്നൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചു കൂട്ടും. പക്ഷേ പ്രിയങ്ക പഴയതുപോലെ തന്നെയായിരിക്കും. ആ പ്രിയങ്ക വരുണിന്റെ നിയമപരമായ ഭാര്യയും കൂടിയാണ്. അപ്പൊ എന്റെ മോള്? ഇതൊരു സവിശേഷമായ സാഹചര്യമാണ്. കോടതി അങ്ങനെയാണ് ഇതിനെ പരിഗണിക്കുക. എല്ലാം അറിയുന്ന പ്രിയങ്ക തിരിച്ചുവരവിൽ അങ്ങനെ ഒരു ഫൈറ്റ് നടത്തണമെന്ന് ഉറപ്പൊന്നുമില്ല. മാത്രമല്ല, കണിമംഗലത്ത് നിന്നും ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ നാടകം വരെ നടത്തിയ പ്രിയങ്കയ്ക്ക് തിരിച്ച് കണിമംഗലത്തെത്താനുള്ള സാധ്യത തീരെയില്ല. സോ അതാണ് ഞാൻ പറഞ്ഞ രാധികയുടെ ആറ്റിറ്റ്യൂഡ്. പ്രിയങ്ക തിരിച്ചെത്തുമ്പോ രാധിക പതിവ് പോലുള്ള കരച്ചിലുമായിട്ട് വീണ്ടും വരുണിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തീരുമാനിച്ച കാര്യങ്ങൾ അപകടമാവും. പക്ഷേ മറിച്ചാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല.
രാധികയുടെയും വരുണിന്റെയും വിവാഹം നടന്നത് ക്ഷേത്രത്തിൽ വെച്ചാണ്. ക്ഷേത്രവിധി പ്രകാരം ആ വിവാഹത്തിന് സാധ്യതയുണ്ട്. പ്രിയങ്ക തിരിച്ചു വന്ന സ്ഥിതിക്ക് കോടതി തന്നെ കോടതി വിധി പ്രസ്താവനയിലൂടെ പ്രിയങ്ക മരിച്ചുവെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയതുവാ. അപ്പോ ബോധപൂർവം പ്രിയങ്ക ജീവിച്ചിരിക്കെ വിവാഹം നടത്തിയെന്ന് പറയാൻ പറ്റില്ല. രാധിക സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക, വരുണിന്റെ ഭാഗത്തു നിന്നും മനമാറ്റമൊന്നും ഉണ്ടാവാതിരിക്കുക. ദെൻ പ്രോബ്ലം സോൾവ്ഡ്. വരുണിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ പ്രിയങ്ക മുന്നിൽ വന്നിന്ന് കരയോ മറ്റും ചെയ്ത രാധിക മോൾക്ക് ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും. ഞാൻ രാധികയെ കാണാം, സംസാരിക്കാം. നിങ്ങളും അത് ചെയ്യണം. രാധികയുടെ വരുണിന്റെ ജീവിതം സന്തോഷത്തോടുകൂടി നീങ്ങുന്ന കണ്ടപ്പോ ഒരുപാട് സന്തോഷിച്ചതാ ഞാൻ. പക്ഷേ വിധി എന്നും അങ്ങനെയാ. ശ്യാമയുടെ സന്തോഷങ്ങൾക്കൊന്നും ഒരുപാട് നീളമില്ലല്ലോ. ഓരോന്നായി ദുരന്തം എപ്പോഴും ഇങ്ങനെ തലയ്ക്ക് മുകളിലല്ലേ. എന്റെ മോളെയും അങ്ങനെ വിധി വേട്ടയാടാൻ തുടങ്ങി. നോക്ക് ശ്യാമേ, നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. അത് പറഞ്ഞ് തലകുമ്പിട്ടിരിക്കാൻ എളുപ്പോ. പക്ഷേ അതിനേക്കാൾ നല്ലത് അത് നേരിട്ടോളാന്ന് രാധിക പറയുമ്പോ അവളുടെ കൂടെ നിൽക്കാന്നുള്ളതാ. ശ്യാമയ്ക്ക് പറ്റിപ്പോയ അബദ്ധം അവൾക്ക് പറ്റാതിരിക്കട്ടെ. അവളുടെ ജീവിത സാഹചര്യങ്ങള് അവള് തന്നെ നേരിട്ട് തോൽപ്പിക്കട്ടെ.